MDHന്റെ സ്റ്റുഡൻസ് സ്പൈഡർമാനിൽ, എക്സ്മെനിൽ, ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് MDH യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ജർമ്മനിയാണ്. ഈ വീഡിയോ സ്റ്റുഡൻസിന് മാത്രമല്ല, ജർമ്മൻ എഡ്യൂക്കേഷൻ ഗൈഡൻസ് കൊടുക്കുന്ന കൺസൾട്ടന്റിനും യൂസ്ഫുൾ ആണ്. ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് വൈ MDHന്റെ പ്രോഗ്രാംസ്, അതിന്റെ അഡ്മിഷൻ റിക്വയർമെന്റ്സ്, സ്കോളർഷിപ്പ്, പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ആദ്യം തന്നെ നമുക്ക് ക്യാമ്പസസ് ഒന്ന് കണ്ടു നോക്കാം. 3 ക്യാമ്പസസ് ആണ് മെയിൻ ആയിട്ടും വരുന്നത്: ബെർലിൻ, ഡൂസൽഡോർഫ് ആൻഡ് മ്യൂണിക്. ബെർലിനിലെ എല്ലാ പ്രോഗ്രാംസും ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ടോട്ട് ഉണ്ട്. പക്ഷേ ഡൂസൽഡോർഫിൽ കുറച്ച് പ്രോഗ്രാംസ് ആണ് ഇംഗ്ലീഷിൽ വരുന്നുള്ളൂ. നമുക്ക് ബാച്ചിലർ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിജിറ്റൽ ഫിലിം ഡിസൈൻ ഉണ്ട്, മീഡിയ ഡിസൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഗെയിം ഡിസൈൻ ഉണ്ട്. ഗെയിം ഡിസൈൻ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടോപ്പ് സെല്ലിംഗ് പ്രോഗ്രാം ആണ്. അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് തന്നെ പറയാം. ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട്, നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ഉണ്ട്, വെബ് ആപ്ലിക്കേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉണ്ട്, ഡിജിറ്റൽ ബിസിനസ് ആൻഡ് ഇന്റർനാഷണൽ മാനേജ്മെന്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇൻ ബ്രീഫ് ആയിട്ട് പറയുവാണെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഡിസൈനിലെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് MDH ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് മെയിൻ ക്യാമ്പസ് ബെർലിൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ശരിക്കും ജർമ്മനിയുടെ ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് തന്നെ പറയാം അവരുടെ ക്യാമ്പസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അഡ്മിഷൻ റിക്വയർമെന്റ്സ് നോക്കാം. 12th 70% വേണം. പിന്നെ മൊത്തം സെമസ്റ്റേഴ്സ് വരുന്നത് 8 സെമസ്റ്റർ ആണ്. അതായത് 4 years ആണ് ബാച്ചിലേഴ്സ് വരുന്നത്. അത് സ്റ്റുഡൻറ് കൂളിംഗും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് 8 സെമസ്റ്റേഴ്സ് വരുന്നത്. ഇനി നമുക്ക് MDHന്റെ മാസ്റ്റർ പ്രോഗ്രാംസ് ഒന്ന് നോക്കാം. MA ഇൻ ഡിസൈൻ ഉണ്ട്. അത് ശരിക്കും കോർ ഡിസൈനിങ് പ്രോഗ്രാം ആണ്. അതുപോലെ തന്നെ ഡിസൈൻ മാനേജ്മെന്റ്, ഡിജിറ്റൽ ലീഡർഷിപ്പ് ഒക്കെ വരുന്നുണ്ട്. അതായത് മാനേജ്മെന്റ് സൈഡാണ്, ബിസിനസിന്റെ മാനേജ്മെന്റ് സൈഡാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. പിന്നെ IT ഉണ്ട്, മാസ്റ്റേഴ്സിന് IT ഉണ്ട്. അതിൽ AI ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, പിന്നെ ഗ്ലോബൽ ബിസിനസ് ഉണ്ട്. ഇപ്പൊ ഈ എല്ലാ പ്രോഗ്രാംസും ബെർലിൻ ക്യാമ്പസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സ്കോളർഷിപ്പ് അപ് ടു 33% തന്നെ എല്ലാ പ്രോഗ്രാംസിനും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ പോസ്റ്റ് സ്റ്റഡി ഓപ്ഷൻസ് നോക്കാം. അതിന് മുമ്പായിട്ട് അക്രഡിറ്റേഷൻസ് ഏതൊക്കെയാണെന്നറിയാം. സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ആൻഡ് അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റി ആണ് MDH. അത് എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ, സ്റ്റേറ്റ് അക്രഡിറ്റേഷൻ ഇല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടില്ല. അതായത് ജോബ് സീക്കർ വിസ, സ്റ്റേ ബാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അത് കിട്ടില്ല. അപ്പൊ അത് സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട് തന്നെ MDH പഠിക്കുന്ന കുട്ടികൾക്ക് 18 monthsന്റെ നോർമൽ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ എംപ്ലോയ്മെന്റ് റേറ്റ് നോക്കാം. ഗ്രാജുവേറ്റ് എംപ്ലോയ്മെന്റ് റേറ്റ് 93% ആൻഡ് അബവ് ആണ്. അതായത് എല്ലാ കുട്ടികളും തന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ പ്ലേസ്മെന്റിലേക്ക് പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇവർക്ക് പ്ലേസ്മെന്റ് പറ്റുന്നതെന്ന് ചോദിച്ചാൽ, MDH കൊടുക്കുന്ന ഇന്റേൺഷിപ്പ് ആണെങ്കിലും പ്രൊജക്റ്റ് ആണെങ്കിലും ഒക്കെ ശരിക്കും ലീഡിങ് ടു എംപ്ലോയ്മെന്റ് ആണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, 3D വിഷ്വലൈസേഷനും ഇന്ററാക്റ്റീവ് വീഡിയോ യൂട്ടിലൈസ് ചെയ്യുന്ന ഏത് സെക്ടറിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ സ്റ്റേ കണക്റ്റഡ് ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ.